ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇലക്ട്രോണിക് ട്രേഡിംഗ് സൈക്കിളുകളുടെ ഘടനയെക്കുറിച്ചാണ്. നമുക്ക് ഈ വിഷയം 5 ഭാഗങ്ങളായിട്ടാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യം ട്രേഡിംഗ് സൈക്കിൾ എന്താണെന്ന് നിർവചിക്കും. പിന്നെ അതിൻ്റെ 6 ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. തുടർന്ന് ഇതിൻ്റെ ഗുണങ്ങളും അവസരങ്ങളും അതുപോലെ നേരിടുന്ന വെല്ലുവിളികളും അപകടസാധ്യതകളും പരിശോധിക്കും. അവസാനം ഒരു നിഗമനവും ഭാവിയെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാടും നൽകും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. ട്രേഡിംഗ് സൈക്കിൾ നിർവചിക്കുക. അതായത് പേപ്പർ ഉപയോഗിച്ചുള്ള പഴയ ഇടപാടുകളിൽ നിന്ന് ഇന്നത്തെ ഡിജിറ്റൽ ഇടപാടുകളിലേക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ മാറിയതെന്ന് നോക്കാം. ഡിജിറ്റൽ സാങ്കേതികവിദ്യ വന്നതോടെ വ്യാപാര ഇടപാടുകൾക്ക് വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പണ്ടത്തെ കാര്യമെടുത്താൽ, അതായത് പരമ്പരാഗത വ്യാപാരത്തിൽ ആളുകൾ നേരിട്ട് കാണണമായിരുന്നു, ഒരുപാട് പേപ്പർ വർക്കുകളുണ്ടായിരുന്നു, എല്ലാം കൈകൊണ്ട് തന്നെ ചെയ്യണമായിരുന്നു. എന്നാൽ ഇലക്ട്രോണിക് വ്യാപാരത്തിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല. വാങ്ങുന്നവരും വിൽക്കുന്നവരും തമ്മിൽ ഡിജിറ്റലായിട്ടാണ് സംവദിക്കുന്നത്. എല്ലാ ഇടപാടുകളും ഓട്ടോമേറ്റഡ് സിസ്റ്റങ്ങൾ വഴിയാണ് നടക്കുന്നത്. ഡാറ്റ കൈമാറ്റമൊക്കെ തത്സമയം തന്നെ സംഭവിക്കുകയും ചെയ്യും. അതുകൊണ്ട് എന്താണ് ഒരു ഇലക്ട്രോണിക് ട്രേഡിംഗ് സൈക്കിൾ എന്ന് നമുക്ക് കൃത്യമായി നിർവചിക്കാം. ഒരു വ്യാപാരം പൂർണ്ണമായും ഇലക്ട്രോണിക് രീതിയിൽ നടത്തുന്ന പ്രക്രിയയാണിത്. അതായത് വിവരങ്ങൾക്കായി തിരയുന്നതു മുതൽ അവസാനം പണം കൊടുത്ത് ഇടപാട് തീർത്ത് അതിനുശേഷമുള്ള സേവനങ്ങൾ വരെ ഉൾപ്പെടുന്ന ഒരു സമ്പൂർണ്ണ പ്രക്രിയ. ഇനി നമുക്ക് രണ്ടാമത്തെ ഭാഗത്തേക്ക് പോകാം. 6 ഘട്ടങ്ങൾ. ഈ ഇലക്ട്രോണിക് പ്രക്രിയ എങ്ങനെയാണ് ക്രമമായി നടക്കുന്നത് എന്നതിൻ്റെ ഒരു അവലോകനമാണിത്. ശരി, ഒരു ഇലക്ട്രോണിക് ട്രേഡിംഗ് സൈക്കിളിന് പൊതുവായി 6 ഘട്ടങ്ങളുണ്ട്. ഇവയൊക്കെയാണ് ആ ഘട്ടങ്ങൾ. ആദ്യം വിവരങ്ങൾ തിരയുന്നു, പിന്നെ വിലപേശൽ, ഓർഡർ നൽകുന്നു, പണമടയ്ക്കുന്നു, ഓർഡർ പൂർത്തിയാക്കുന്നു, അവസാനം വിൽപ്പനാന്തര സേവനം. ശ്രദ്ധിക്കേണ്ട കാര്യം, ഓരോ ഘട്ടവും അതിനു മുൻപുള്ളതിനെ ആശ്രയിച്ചാണ് മുന്നോട്ടു പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ഘട്ടം വിവരങ്ങൾക്കായുള്ള തിരയലും താരതമ്യവുമാണ്. ഇവിടെ വാങ്ങുന്നയാൾ എന്താ ചെയ്യുന്നത്? ആമസോൺ, ആലിബാബ പോലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ കയറി ഉൽപ്പന്നങ്ങൾക്കോ സേവനങ്ങൾക്കോ വേണ്ടി തിരയും. എന്നിട്ട് വിലകൾ താരതമ്യം ചെയ്യും, മറ്റുള്ളവരുടെ റിവ്യൂകൾ വായിക്കും. ഇതേസമയം വിൽപ്പനക്കാരെന്ത് ചെയ്യും? അവർ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ആളുകളിലേക്ക് എത്താൻ വേണ്ടി SEO, ഡിജിറ്റൽ മാർക്കറ്റിംഗ് പോലുള്ള വഴികൾ ഉപയോഗിക്കും. സുരക്ഷിതമായ വെബ്സൈറ്റുകളും നല്ല റേറ്റിംഗുകളുമൊക്കെ കാണുമ്പോഴാണ് വാങ്ങുന്നയാൾക്കൊരു വിശ്വാസം വരുന്നത്. രണ്ടാമത്തെ ഘട്ടമാണ് വിലപേശലും കസ്റ്റമൈസേഷനും. ഇത് കൂടുതലായും കാണുന്നത് ബിസിനസ്സുകൾ തമ്മിലുള്ള ഇടപാടുകളിലാണ്, അതായത് ബിസിനസ് ടു ബിസിനസ് അഥവാ B2B ട്രാൻസാക്ഷൻസിൽ. എങ്ങനെയാണ് ഈ വിലപേശൽ നടക്കുന്നത്? ഇമെയിൽ വഴിയോ ലൈവ് ചാറ്റ് വഴിയോ അല്ലെങ്കിൽ ഓട്ടോമേറ്റഡ് കൊട്ടേഷൻ സിസ്റ്റങ്ങൾ വഴിയോ ആകാം. ഡൈനാമിക് പ്രൈസിംഗ്, ഡിസ്കൗണ്ടുകൾ ഇതൊക്കെ ഉപയോഗിച്ച് വ്യാപാരത്തിന്റെ നിബന്ധനകൾ ഉറപ്പിക്കുന്നു. മൂന്നാമത്തെ ഘട്ടത്തിൽ വാങ്ങുന്നയാൾ ഓർഡർ നൽകുകയാണ്. ഇതിനായി ഓൺലൈൻ ഫോമുകളോ ചെക്കൗട്ട് സിസ്റ്റങ്ങളോ ഉപയോഗിക്കുന്നു. ഓർഡർ കിട്ടിയാൽ ഉടൻ തന്നെ സിസ്റ്റം സ്റ്റോക്ക് പരിശോധിച്ച് ഓർഡർ ഉറപ്പിക്കും, എന്നിട്ട് ഇൻവോയ്സ് തയ്യാറാക്കും. ഓർഡർ കൺഫേം ചെയ്തുകൊണ്ടുള്ളൊരു മെസ്സേജ് ഇമെയിലായോ SMS ആയോ അപ്പോൾ തന്നെ വാങ്ങുന്നയാൾക്ക് കിട്ടും. ഇതാ ഇടപാടിന് ഒരു സുതാര്യത നൽകുന്നു, വാങ്ങുന്നയാൾക്കൊരു ധൈര്യവും കിട്ടും. അടുത്തത് നാലാമത്തെ ഘട്ടം, പണമടയ്ക്കൽ. ഇവിടെ പലതരം ഡിജിറ്റൽ സംവിധാനങ്ങളുണ്ട്. ക്രെഡിറ്റ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡുകൾ, മൊബൈൽ വാലറ്റുകൾ, യൂണിഫൈഡ് പേയ്മെന്റ്സ് ഇന്റർഫേസ് അഥവാ UPI, എന്തിന് ക്രിപ്റ്റോ കറൻസികൾ വരെ ഇതിനായി ഉപയോഗിക്കാം. നമ്മുടെ വിവരങ്ങൾ സുരക്ഷിതമാക്കാൻ പേയ്മെന്റ് ഗേറ്റ്വേകൾ ഡേറ്റ എൻക്രിപ്റ്റ് ചെയ്യും. ചില പുതിയ സംവിധാനങ്ങളിൽ സ്മാർട്ട് കോൺട്രാക്റ്റുകൾ പോലുമുണ്ട്. അതായത് നിബന്ധനകളെല്ലാം പാലിച്ചാൽ പണം ഓട്ടോമാറ്റിക്കായി കൈമാറ്റം ചെയ്യപ്പെടും. അഞ്ചാമത്തെ ഘട്ടത്തിലേക്ക് കടക്കാം. ഓർഡർ പൂർത്തീകരണവും ഡെലിവറിയും. പണം കിട്ടിക്കഴിഞ്ഞാൽ വിൽപ്പനക്കാരൻ ഓർഡർ പ്രോസസ്സ് ചെയ്യാൻ തുടങ്ങും. ഇതിൽ ഓട്ടോമേറ്റഡ് വെയർഹൌസ് പ്രവർത്തനങ്ങൾ, ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്, അതുപോലെ തത്സമയ ട്രാക്കിംഗ് ഒക്കെ ഉൾപ്പെടും. വെയർഹൌസ്, ട്രാൻസ്പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റങ്ങളെല്ലാം ഒരുമിച്ച് പ്രവർത്തിച്ചാണ് സാധനം കൃത്യമായി എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നത്. മാത്രമല്ല, വാങ്ങുന്നയാൾക്ക് ഓരോ ഘട്ടത്തിലും ട്രാക്കിംഗ് അപ്ഡേറ്റുകൾ ലഭിച്ചുകൊണ്ടിരിക്കും. ഇനി അവസാന ഘട്ടം വിൽപ്പനയ്ക്ക് ശേഷമുള്ള സേവനങ്ങളാണ്. ഇതിലാണ് സാധനങ്ങൾ തിരികെ നൽകുന്നത്, റീഫണ്ടുകൾ, മറ്റ് സാങ്കേതിക സഹായങ്ങൾ എന്നിവയെല്ലാം വരുന്നത്. കമ്പനികൾ സാധാരണയായി ഇത് കൈകാര്യം ചെയ്യാൻ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് അഥവാ CRM സോഫ്റ്റ്വെയർ ഉപയോഗിക്കും. സർവേകളിലൂടെയും റിവ്യൂകളിലൂടെയും ഉപഭോക്താക്കളിൽ നിന്ന് ഫീഡ്ബാക്ക് ശേഖരിക്കുന്നത് അവരുടെ വിശ്വസ്തത കൂട്ടാനും ബ്രാൻഡിന്റെ പേര് നിലനിർത്താനും സഹായിക്കും. ശരി, ഇനി നമുക്ക് മൂന്നാമത്തെ ഭാഗം നോക്കാം, ഗുണങ്ങളും അവസരങ്ങളും. ഈ ഡിജിറ്റൽ സംവിധാനത്തിന്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ഈ ഇലക്ട്രോണിക് ട്രേഡിംഗ് സൈക്കിളിന് ഒരുപാട് നേട്ടങ്ങളുണ്ട്. 1. ലോകത്ത് എവിടെയായിരുന്നും എപ്പോൾ വേണമെങ്കിലും വ്യാപാരം നടത്താം. 2. പ്രവർത്തന ചെലവ് ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കും. മനുഷ്യർ ചെയ്യുന്ന തെറ്റുകൾ ഒഴിവാക്കാം, തത്സമയം ഡാറ്റ വിശകലനം ചെയ്യാം, അതുവഴി മികച്ച തീരുമാനങ്ങളെടുക്കാം. സുരക്ഷയും വിശ്വാസ്യതയും കൂടുതലാണ്. ഏറ്റവും പ്രധാനം, ആഗോള വിപണികളിലേക്ക് എല്ലാവർക്കും ഒരുപോലെ പ്രവേശനം ലഭിക്കുന്നു എന്നതാണ്. അടുത്തത് നാലാമത്തെ ഭാഗം, വെല്ലുവിളികളും അപകടസാധ്യതകളും. ഡിജിറ്റൽ വ്യാപാരത്തിന്റെ ചില പോരായ്മകളെക്കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്.
ഒരുപാട് ഗുണങ്ങളുണ്ടെങ്കിലും ഇലക്ട്രോണിക് വ്യാപാരത്തിന് അതിൻ്റേതായ ചില അപകടങ്ങളുമുണ്ട്. ഉദാഹരണത്തിന്, സുരക്ഷാ ലംഘനങ്ങൾ, സൈബർ ആക്രമണങ്ങൾ എന്നിവ എപ്പോഴും ഒരു ഭീഷണിയാണ്. നമ്മുടെ വ്യക്തിഗത വിവരങ്ങളുടെ സ്വാഗത്യത ഒരു വലിയ ആശങ്കയാണ്. പേയ്മെന്റ് തട്ടിപ്പുകൾ നടക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ സാങ്കേതിക തകരാറുകൾ കാരണം ഇടപാടുകൾ മുടങ്ങിപ്പോകാം. ഇതിനെല്ലാം പുറമെ വികസിതമല്ലാത്ത രാജ്യങ്ങളിലെ പലർക്കും ഈ ഡിജിറ്റൽ സൗകര്യങ്ങൾ ലഭ്യമല്ലാത്തതും ഒരു വലിയ പ്രശ്നമാണ്. നമ്മൾ അവസാന ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നു. 5ാമത്തെ ഭാഗം, നിഗമനവും ഭാവിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും. വാണിജ്യരംഗം എങ്ങനെയാണ് മാറിക്കൊണ്ടിരിക്കുന്നതെന്ന് നോക്കാം. ചുരുക്കി പറഞ്ഞാൽ, ഇലക്ട്രോണിക് ട്രേഡിംഗ് സൈക്കിൾ വ്യാപാര രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, പ്രത്യേകിച്ച് വേഗതയുടെയും കാര്യക്ഷമതയുടെയും കാര്യത്തിൽ. പക്ഷേ ഇതിന്റെ ഗുണങ്ങൾ പൂർണ്ണമായി കിട്ടണമെങ്കിൽ ചില കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കണം. നല്ല ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങൾ വേണം, സൈബർ സുരക്ഷ ഉറപ്പാക്കണം, ഉപഭോക്താക്കൾക്ക് വിശ്വാസം നൽകുന്ന നടപടികളെടുക്കണം. ഇതിലൊക്കെ നല്ല നിക്ഷേപം ആവശ്യമാണ്. അതുകൊണ്ട് ഇതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കുന്നത് വെറും ബിസിനസ്സുകാർക്ക് മാത്രമല്ല പ്രധാനം. ഇന്നത്തെ ആഗോള സമ്പദ്വ്യവസ്ഥയുടെ ഭാഗമാകുന്ന ഏതൊരാൾക്കും ഇത് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അവസാനമായൊരു ചോദ്യം: സാങ്കേതികവിദ്യ ഇനിയും പുരോഗമിക്കുമ്പോൾ ഈ ഇലക്ട്രോണിക് ട്രേഡിംഗ് സൈക്കിൾ എങ്ങനെയായിരിക്കും മാറുക? അത് കൂടുതൽ ബുദ്ധിപരവും കാര്യങ്ങൾ മുൻകൂട്ടി പ്രവചിക്കാൻ കഴിവുള്ളതും ഓരോ വ്യക്തിക്കും അനുയോജ്യമായ രീതിയിൽ മാറുമോ? നമസ്കാരം. ഡിജിറ്റൽ എക്കോണമി അല്ലേ? നമ്മളെല്ലാവരും സ്ഥിരം കേൾക്കുന്നൊരു വാക്കാണിത്. പക്ഷെ ശരിക്കും എന്താണിത്? വെറുതെ ഓൺലൈനിൽ സാധനങ്ങൾ വാങ്ങുന്നത് മാത്രമാണോ? അല്ല. അപ്പോൾ നമുക്കൊരുമിച്ച് ഈ വലിയ ഡിജിറ്റൽ ലോകത്തിന്റെ ഉള്ളറകളിലേക്ക് ഒന്നിറങ്ങിച്ചെന്നാലോ? അതെ, നിങ്ങളിത് എല്ലാ ദിവസവും ഉപയോഗിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ ഈ ഒരു വലിയ സിസ്റ്റത്തിന്റെ ഭാഗമാവുന്നുണ്ട്. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, നമ്മൾ ചെയ്യുന്ന ഒരു ഓൺലൈൻ ഷോപ്പിങ്ങിനും അപ്പുറം ഈ സിസ്റ്റം എത്രത്തോളം വലുതും സങ്കീർണവുമാണെന്ന്? ഇതിനെ നമുക്കൊരു വലിയ കാടിനോട് ഉപമിക്കാം. അവിടെ എങ്ങനെയാണോ പലതരം ജീവികളും മരങ്ങളും പുഴകളുമൊക്കെ പരസ്പരം ആശ്രയിച്ചു ജീവിക്കുന്നത്, അതുപോലെ തന്നെയാണ് ഡിജിറ്റൽ ലോകത്തും. പല പല ഘടകങ്ങൾ പരസ്പരം ബന്ധപ്പെട്ട് ഒന്നിച്ചു പ്രവർത്തിക്കുന്നു. അപ്പോ ഈ ഡിജിറ്റൽ കാട്ടിലെ പ്രധാന നിവാസികൾ ആരൊക്കെയാണെന്ന് നോക്കാം. ഈ 6 പ്രധാന ഘടകങ്ങളെ മനസ്സിലാക്കിയാൽ മാത്രമേ ഈ ലോകം എങ്ങനെയാണ് മുന്നോട്ടു പോകുന്നതെന്ന് നമുക്ക് ശരിക്കും പിടികിട്ടൂ. ഒന്നാമത്തേത്, ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇതാണ് അടിത്തറ. നമ്മൾ കാണുന്ന ഈ ഡിജിറ്റൽ ലോകം മുഴുവൻ കെട്ടിപ്പൊക്കിയിരിക്കുന്നത് ഇതിനു മുകളിലാണ്. നമുക്കിതിനെ ഈ ലോകത്തിന്റെ നട്ടെല്ല് എന്ന് തന്നെ വിളിക്കാം, ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ. ഒന്നാലോചിച്ചു നോക്കൂ. കടലിനടിയിലൂടെ ലോകത്തിന്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് പോകുന്ന ഫൈബർ കേബിളുകൾ, ലോകമെമ്പാടുമുള്ള ഭീമാകാരമായ ഡാറ്റാ സെന്ററുകൾ, പിന്നെ നമ്മുടെയെല്ലാം ഫോണുകളിലെ 5G നെറ്റ്വർക്കുകൾ, ഇതൊക്കെയാണ് ഇതിന്റെ ഭാഗം. ശരിക്കും പറഞ്ഞാൽ ഈ കാണുന്ന ഡിജിറ്റൽ ലോകത്തിന്റെ അടിത്തറ ഇതാണ്. ഒരു നിമിഷം ഇത് നിലച്ചാലോ എല്ലാം തീർന്നു. ശരി, ഇനി രണ്ടാമത്തെ ഘടകം, നമ്മുടെ ഈ ആവാസവ്യവസ്ഥയിലെ പ്രധാനപ്പെട്ട കവലകൾ അല്ലെങ്കിൽ ചന്തകൾ എന്നൊക്കെ പറയാം. ആളുകൾ തമ്മിൽ കാണുന്നതും ഇടപാടുകൾ നടത്തുന്നതും എല്ലാം ഇവിടെയാണ്. അതാണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ. ആമസോൺ, ഫേസ്ബുക്ക്, ഗൂഗിൾ, ഊബർ ഇവയെല്ലാം പ്ലാറ്റ്ഫോമുകളാണ്. ഇവ പലതരം ആളുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഇതിലെ രസം എന്താണെന്ന് വെച്ചാൽ, കൂടുതൽ ആളുകൾ ഇതിലേക്ക് വരുന്തോറും ഇതിന്റെ മൂല്യം എല്ലാവർക്കുമായി കൂടിക്കൊണ്ടിരിക്കും. കൂടുതൽ ആളുകൾ ഊബർ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ ഡ്രൈവർമാർ വരും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ടാക്സി കിട്ടും. ഇതിനെയാണ് നെറ്റ്വർക്ക് ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഈ ആവാസവ്യവസ്ഥയെ എപ്പോഴും പുതുമയുള്ളതാക്കി നിർത്തുന്ന ശക്തിയാണിത്, ഇന്നവേഷൻ. ഇത് പുതിയ പുതിയ ജീവിവർഗങ്ങളെയും പുതിയ ജീവിത രീതികളെയും നിരന്തരം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് ചെറിയ സ്റ്റാർട്ടപ്പുകൾക്ക് പോലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്നത് ഇതുകൊണ്ടാണ്. ഒന്നോർത്തുനോക്കൂ, പണ്ടൊക്കെ നമ്മൾ സിനിമ കണ്ടിരുന്ന രീതിയെ നെറ്റ്ഫ്ലിക്സ് എന്ന ഒറ്റ കമ്പനി എങ്ങനെയാണ് തലകീഴായി മറിച്ചത്? അതാണ് ഇന്നൊവേഷന്റെ ശക്തി. ഈ സിസ്റ്റത്തിന്റെ ഹൃദയമാരാണെന്നറിയാമോ? അത് നമ്മളാണ്, ഉപയോക്താക്കൾ. നമ്മള് വെറും കാഴ്ചക്കാരല്ല, ഈ കളിയുടെ പ്രധാന ഭാഗം തന്നെയാണ് നമ്മള്. നിങ്ങൾ ഫേസ്ബുക്കിലിടുന്ന ഒരു പോസ്റ്റ്, യൂട്യൂബിൽ കാണുന്ന ഒരു വീഡിയോ, അല്ലെങ്കിൽ ഒരു ആപ്പിന് കൊടുക്കുന്ന റേറ്റിംഗ്, ഇതെല്ലാം ഈ സിസ്റ്റത്തിന് മൂല്യം നൽകുന്നുണ്ട്. അതുകൊണ്ടുതന്നെ ഈ ലോകത്ത് സുരക്ഷിതമായി ഇടപെടാനുള്ള ഡിജിറ്റൽ സാക്ഷരത നേടേണ്ടത് വളരെ പ്രധാനമാണ്. ഇനി ഈ ആവാസവ്യവസ്ഥയുടെ പ്രകൃതി നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതെല്ലാം ഒരു നിയന്ത്രണവുമില്ലാതെ മുന്നോട്ടു പോയാൽ എന്ത് സംഭവിക്കും? അവിടെയാണ് ഭരണവും നിയന്ത്രണങ്ങളും വരുന്നത്. ഈ നിയമങ്ങളില്ലെങ്കിൽ വലിയ കമ്പനികൾ ചെറിയ കമ്പനികളെ വിഴുങ്ങും. നമ്മുടെ സ്വകാര്യ വിവരങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടും. അപ്പോൾ ഈ ഡിജിറ്റൽ ലോകത്തെ സന്തുലിതവും സുരക്ഷിതവുമാക്കി നിർത്താൻ ഈ നിയമങ്ങൾ അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ 5 പ്രധാന ഘടകങ്ങളെ പരിചയപ്പെട്ടു. പക്ഷേ ഇവയെല്ലാം തമ്മിൽ ബന്ധിപ്പിക്കുന്ന,
ഈ ആവാസവ്യവസ്ഥയിലൂടെ നിരന്തരം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതാണ് ഇതിന്റെ ജീവരക്തം, ഡാറ്റ. ഈയൊരു വാചകം മാത്രം മതി ഡാറ്റയുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ. പണ്ടത്തെ ലോകത്ത് എണ്ണയ്ക്ക് എന്ത് മൂല്യമുണ്ടായിരുന്നോ അതുപോലെയാണ് ഇന്നത്തെ ഡിജിറ്റൽ ലോകത്ത് ഡാറ്റയുടെ സ്ഥാനം. ഇതിന്റെ പ്രവർത്തനം വളരെ ലളിതമാണ്. നിങ്ങൾ ഓൺലൈനിൽ ചെയ്യുന്ന ഓരോ കാര്യവും ഒരു ലൈക്ക്, ഒരു ക്ലിക്ക്, ഒരു സെർച്ച്, അതെല്ലാം ഡാറ്റയായി മാറുന്നു. കമ്പനികൾ ഈ ഡാറ്റയെ വിശകലനം ചെയ്ത് നിങ്ങൾക്ക് വേണ്ട സേവനങ്ങൾ നൽകുന്നു. അതെ, ഈ സിസ്റ്റത്തിന് ഇന്ധനം നൽകുന്നത് നിങ്ങളുടെ തന്നെ പ്രവർത്തനങ്ങളാണ്. ഇതുവരെ നമ്മൾ ഓരോ ഘടകങ്ങളെയും വെവ്വേറെയാണ് കണ്ടത്. ഇനി ഇവയെല്ലാം ഒരുമിച്ച് ചേരുമ്പോൾ എന്ത് മാജിക്കാണ് സംഭവിക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? ഈ ഘടകങ്ങൾ വെറുതെ അവിടെ നിൽക്കുകയല്ല. അവയൊക്കെ ഒരുമിച്ചു ചേരുമ്പോഴാണ് ഒരു മാജിക് സംഭവിക്കുന്നത്. പ്ലാറ്റ്ഫോമുകളും നമ്മളെപ്പോലുള്ള ഉപയോക്താക്കളും ഇൻഫ്രാസ്ട്രക്ചറും ഒക്കെ ചേരുമ്പോൾ ഊബർ പോലെയുള്ള സേവനങ്ങൾ ഉണ്ടാകുന്നു. അതുപോലെ ഇൻഫ്രാസ്ട്രക്ചറും ഡേറ്റയും പുതിയ ആശയങ്ങളും ചേരുമ്പോൾ സ്മാർട്ട് സിറ്റികൾ വരെ ഉണ്ടാകുന്നു. അതാണ് ഈ സിസ്റ്റത്തിന്റെ ഒരു പവർ. ഇന്നത്തെ കാര്യങ്ങൾ നമ്മൾ കണ്ടു. പക്ഷേ അതിവേഗം വളരുന്ന ഈ ഡിജിറ്റൽ ലോകത്തിന്റെ ഭാവി എന്താണ്? നാളെ നമ്മളെ കാത്തിരിക്കുന്നത് എന്തെല്ലാമാണ്? അതോടൊപ്പം വരുന്ന പുതിയ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? മെറ്റാവേഴ്സ്, ഓഗ്മെന്റഡ് റിയാലിറ്റി പോലുള്ള പുതിയ സാങ്കേതിക വിദ്യകൾ ഈ ആവാസവ്യവസ്ഥയെ നമ്മുടെ യഥാർത്ഥ ജീവിതവുമായി ഇതിലും കൂടുതൽ അടുപ്പിക്കും. ഒരുപക്ഷെ നാളെ നമ്മൾ ഷോപ്പിംഗ് നടത്തുന്നത് ഒരു വെർച്വൽ ലോകത്തായിരിക്കാം. ഇവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഈ വലിയ മാറ്റങ്ങൾക്കൊപ്പം വലിയ ഉത്തരവാദിത്തങ്ങളും വരുന്നുണ്ട്. കണ്ടുപിടുത്തങ്ങൾ മാത്രം പോരാ, അതെങ്ങനെ ധാർമ്മികമായി ഉപയോഗിക്കുന്നു എന്നതും വളരെ പ്രധാനമാണ്. ഇത് സർക്കാരുകളുടെയും കമ്പനികളുടെയും മാത്രം ഉത്തരവാദിത്വമല്ല. നമ്മൾ ഓരോരുത്തർക്കും ഇതിലൊരു പങ്കുണ്ട്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സുരക്ഷിതമായ, സുസ്ഥിരമായൊരു ഡിജിറ്റൽ ലോകം പടുത്തുയർത്താൻ നമ്മളെല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണം. അപ്പോൾ ഈ ചോദ്യം നിങ്ങൾ ഓരോരുത്തർക്കുമായി വിട്ടുതരുന്നു. ഈ വലിയ ഡിജിറ്റൽ ലോകത്തെ രൂപപ്പെടുത്തുന്നതിൽ നിങ്ങൾക്കും ഒരു നിർണായക പങ്കുണ്ട്. ആ പങ്ക് എങ്ങനെയായിരിക്കണം, ഏത് തരം ഡിജിറ്റൽ ലോകമാണ് നമുക്ക് വേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു പുതിയ ഭാഷയെക്കുറിച്ചാണ്, ഡിജിറ്റൽ സാക്ഷരത. പണ്ട് എഴുത്തും വായനയും എത്രത്തോളം പ്രധാനമായിരുന്നു, അതുപോലെ തന്നെ ഈ 21-ാം നൂറ്റാണ്ടിൽ മുന്നോട്ടു പോകാൻ ഈ കഴിവ് എന്തുകൊണ്ടാണ് ഇത്രയധികം അത്യാവശ്യമായതെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു കാലത്ത് ടെക്നോളജി എന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം മാത്രമായിരുന്നു. എന്നാൽ ഇന്ന് ഈ സ്ക്രീനിൽ കാണുന്നതുപോലെ അത് നമ്മുടെ ജീവിതത്തിന്റെ കേന്ദ്രബിന്ദുവായി മാറിക്കഴിഞ്ഞു, അല്ലേ? നമ്മുടെ സമ്പദ്വ്യവസ്ഥ മുതൽ നമ്മൾ പരസ്പരം സംസാരിക്കുന്ന രീതി വരെ എല്ലാം നിയന്ത്രിക്കുന്നത് ഇന്ന് ടെക്നോളജിയാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, അല്ലേ? ഇത്രയധികം മാറിയ ഈ പുതിയ ലോകത്ത് പിടിച്ചു നിൽക്കാനും മുന്നേറാനും നമുക്ക് ശരിക്കും എന്താണ് വേണ്ടത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഒരുപക്ഷേ നമ്മുടെയെല്ലാം ഭാവിയെ തന്നെ നിർണയിച്ചേക്കാം. നമുക്ക് കണ്ടെത്താം. ശരി, ഈ മാറ്റത്തിന്റെ ആഴം ശരിക്കും മനസ്സിലാക്കാൻ നമുക്ക് ചുറ്റുമുള്ള ലോകം എങ്ങനെയാണ് ഡിജിറ്റൽ സാങ്കേതികവിദ്യയെ ആശ്രയിച്ച് പൂർണ്ണമായും പുനർനിർമ്മിക്കപ്പെട്ടതെന്ന് നോക്കാം. ഇന്ന് നമ്മൾ ഓൺലൈൻ ബാങ്കിംഗ് ഉപയോഗിക്കുന്നു, വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നു. എന്തിന്, ഡോക്ടറെ കാണാൻ പോലും ഡിജിറ്റൽ സേവനങ്ങളെയാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ ഒന്നുറപ്പാണ്, IT കഴിവുകൾ എന്നത് ഒരു എക്സ്ട്രാ സ്കില്ലല്ല, മറിച്ച് അതൊരു അടിസ്ഥാന ആവശ്യകതയായി മാറിക്കഴിഞ്ഞു. നമ്മൾ ഇത്രയധികം ഡിജിറ്റൽ സംവിധാനങ്ങളെ ആശ്രയിക്കുമ്പോൾ അവ ഉപയോഗിക്കാനുള്ള കഴിവ് ഒരു പുതിയ സാക്ഷരതയായി മാറുകയാണ്. അപ്പോൾ എന്താണ് ഈ ഡിജിറ്റൽ സാക്ഷരത? നമുക്ക് കുറച്ചുകൂടി വിശദമായി നോക്കാം. അപ്പോ എന്താണ് ഈ IT കഴിവുകൾ എന്ന് പറഞ്ഞാൽ? ഇത് വെറുതെ കമ്പ്യൂട്ടർ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുമുള്ള കഴിവ് മാത്രമല്ല. വിവരങ്ങൾ കൈകാര്യം ചെയ്യാനും പുതിയ കാര്യങ്ങൾ നിർമ്മിക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനുമുള്ള കഴിവുകളാണ്. ഇന്ന് കൃഷിയിടത്തിൽ ഡ്രോൺ ഉപയോഗിക്കുന്ന കർഷകന് ഈ കഴിവ് വേണം. അതുപോലെ തന്നെ വലിയൊരു ബാങ്കിലിരിക്കുന്ന ഉദ്യോഗസ്ഥനും ഇത് അത്യാവശ്യമാണ്. ഈ കഴിവുകൾക്ക് പല തലങ്ങളുണ്ട് കേട്ടോ. ഒരു ഇമെയിൽ അയക്കുന്നത് പോലുള്ള ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങി ഡേറ്റാബേസ് മാനേജ്മെന്റ് പോലുള്ള ഇടത്തരം കഴിവുകൾ കടന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിസ്റ്റങ്ങൾ ഡിസൈൻ ചെയ്യുന്നത് പോലുള്ള ഏറ്റവും ഉയർന്ന തലം വരെ ഇത് നീളുന്നു. അതായത് ഓരോരുത്തർക്കും അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് ഇത് പഠിച്ചെടുക്കാൻ സാധിക്കും. ഇത്രയൊക്കെ നമ്മൾ സംസാരിച്ചു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഇതെല്ലാം നിങ്ങളെ, അതായത് ഓരോ വ്യക്തിയെയും എങ്ങനെയാണ് ബാധിക്കുന്നത്? നിങ്ങളുടെ ജീവിതത്തിൽ ഇതിന് എന്ത് സ്ഥാനമാണുള്ളത്? ആ വ്യത്യാസം വളരെ വലുതാണ്. ഒരു വശത്ത് ഈ കഴിവുകളുണ്ടെങ്കിൽ ഉയർന്ന ശമ്പളം, ഇഷ്ടമുള്ള സ്ഥലത്തിരുന്ന് ജോലി ചെയ്യാനുള്ള അവസരം,
കൂടുതൽ ഡിജിറ്റൽ സേവനങ്ങളിലേക്കുള്ള പ്രവേശനം, അങ്ങനെ പോകുന്നു നേട്ടങ്ങൾ. എന്നാൽ മറുവശത്തോ, ഈ കഴിവുകളില്ലെങ്കിൽ തൊഴിലവസരങ്ങൾ കുറയാനും സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടാനും സാമ്പത്തിക അസമത്വം വർദ്ധിക്കാനും അത് കാരണമായേക്കാം. ഈ ചാർട്ടിലേക്കൊന്ന് നോക്കേ. ഇതിൽ കാണുന്ന നേട്ടങ്ങൾ എത്ര വലുതാണെന്ന് നോക്കൂ. AI, സൈബർ സുരക്ഷ പോലുള്ള മേഖലകളിൽ ഉയർന്ന ശമ്പളത്തോടെയുള്ള ജോലികൾ ഒരു വശത്ത്, മറുവശത്ത് സർക്കാർ സേവനങ്ങൾക്കും ആരോഗ്യപരിപാലനത്തിനും ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ ദൈനംദിന ജീവിതം വളരെ എളുപ്പമാക്കാനുള്ള അവസരവും. ഓക്കെ, അപ്പോൾ വ്യക്തിപരമായ കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഇനി നമുക്ക് കുറച്ചുകൂടി വലിയൊരു ചിത്രത്തിലേക്ക് പോകാം. അതായത് നമ്മൾ ഓരോരുത്തരും നേടുന്ന ഈ ഡിജിറ്റൽ കഴിവുകൾ എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെയും ലോകത്തെയും ഒരുമിച്ച് കെട്ടിപ്പടുക്കുന്നതെന്ന് നോക്കാം. കാര്യം വളരെ ലളിതമാണ്. ഡിജിറ്റൽ സാക്ഷരതയുള്ള ഒരു ജനതയാണ് ഒരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ട്. അവരാണ് പുതിയ ആശയങ്ങൾ കണ്ടെത്തുന്നത്, സാമ്പത്തിക വളർച്ചയെ മുന്നോട്ട് നയിക്കുന്നത്. ഈ 4ാം വ്യാവസായിക വിപ്ലവത്തിന്റെ കാലത്ത് ലോകരാജ്യങ്ങളുമായി മത്സരിച്ച് മുന്നിലെത്താൻ ഇത് സഹായിക്കും. ഇങ്ങനെയൊരു ലക്ഷ്യത്തിലേക്കെത്താൻ നമ്മൾ പല കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യേണ്ടതുണ്ട്. സ്കൂൾ തലം മുതൽ IT പരിശീലനം നൽകണം, എല്ലാവർക്കും സുരക്ഷിതമായി ഇന്റർനെറ്റ് ലഭ്യമാക്കണം. സർക്കാരും ഗൂഗിൾ പോലുള്ള സ്വകാര്യ കമ്പനികളും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ഇത് സാധ്യമാകൂ. ഇതിനെല്ലാം അപ്പുറം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് വെറും കോഡിങ്ങിനെക്കുറിച്ചോ ടെക്നോളജിയെക്കുറിച്ചോ മാത്രമല്ല. ഈ വിഷയത്തിന് അതിലും പ്രധാനപ്പെട്ട ഒരു മാനുഷിക മുഖമുണ്ട്. അതെ, അവസാനം നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഇതാണ്. IT കഴിവുകളെന്നത് ഒരു ടെക്നിക്കൽ കാര്യം മാത്രമല്ല, അതൊരു മാനുഷിക അജണ്ടയാണ്. എല്ലാവരെയും ശാക്തീകരിക്കുക, ആരെയും പിന്നിലാക്കാതിരിക്കുക എന്നതാണ് ഇതിന്റെ യഥാർത്ഥ ലക്ഷ്യം. അപ്പോൾ ചോദ്യമിതാണ്, ഈ ഡിജിറ്റൽ ലോകത്ത് പൂർണ്ണമായി പങ്കുചേരാൻ നിങ്ങളും നിങ്ങളുടെ സമൂഹവും എത്രത്തോളം തയ്യാറാണ്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇന്ന് നിങ്ങൾ ആമസോണിൽ എന്തെങ്കിലും ഓർഡർ ചെയ്തോ, അല്ലെങ്കിൽ ഒരു ഊബർ ബുക്ക് ചെയ്തോ? നമ്മൾ എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന ഈ ആപ്പുകളില്ലേ, ഇതിന്റെയൊക്കെ പിന്നിലെ യഥാർത്ഥ ശക്തി എന്താണെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ശരി, നമുക്ക് ഈ ഡിജിറ്റൽ ലോകത്തിന്റെ ഉള്ളറകളിലേക്ക് ഒന്നിറങ്ങിച്ചെല്ലാം. ആമസോൺ, ഊബർ, ഇൻസ്റ്റഗ്രാം ഒന്ന് നോക്കിയാൽ ഇവ തമ്മിൽ എന്താ ബന്ധം? ഒന്ന് ഷോപ്പിങ്ങിനാണ്, ഒന്ന് യാത്ര ചെയ്യാനാണ്, പിന്നെ ഇൻസ്റ്റഗ്രാം ആണെങ്കിൽ ഫോട്ടോ ഷെയർ ചെയ്യാനും. കാഴ്ചയിൽ തികച്ചും വ്യത്യസ്തം അല്ലേ? പക്ഷേ ഈ ഭീമൻ കമ്പനികളെയെല്ലാം ഒരുമിപ്പിക്കുന്ന ഒരു പൊതുവായ കാര്യമുണ്ട്. എന്താണ് രഹസ്യമെന്നറിയാമോ? ചിലപ്പോ ഇതിന്റെ ഉത്തരം കേട്ടാ നിങ്ങളൊന്നു ഞെട്ടും. ഈ കമ്പനികളൊന്നും യഥാർത്ഥത്തിൽ സ്വന്തമായി ഒരു ഉൽപ്പന്നം വിൽക്കുന്നില്ല. അതെ, സത്യമാണ്. പകരം അവര് വിൽക്കുന്നത് കണക്ഷനുകളാണ്, ബന്ധങ്ങളാണ്. നിർമ്മാതാക്കളെ ഉപഭോക്താക്കളുമായിട്ട്, ഡ്രൈവർമാരെ യാത്രക്കാരുമായിട്ട്, പിന്നെ കണ്ടന്റ് ഉണ്ടാകുന്നവരെ അത് കാണുന്ന നിങ്ങളെപ്പോലുള്ളവരുമായിട്ട് അവര് ബന്ധിപ്പിക്കുന്നു. ഇതാണ് ഈ പ്ലാറ്റ്ഫോം ഇക്കോണമിയുടെ ഏറ്റവും വലിയ അടിസ്ഥാനം. അപ്പോ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇതൊരു വെറും ആപ്പോ വെബ്സൈറ്റോ അല്ല. അതിനൊക്കെ അപ്പുറത്ത് നിർമ്മാതാക്കളും ഉപഭോക്താക്കളും നമ്മളുമെല്ലാം ഭാഗമാകുന്ന വലിയൊരു ഈക്കോസിസ്റ്റമാണിത്. നമ്മുടെ ലോകത്തെ തന്നെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ സാമ്പത്തിക ഘടന. ഈ പ്ലാറ്റ്ഫോമുകൾക്ക് ഇത്രയധികം ശക്തി എവിടെ നിന്നാണ് കിട്ടുന്നത്? അതിന്റെ രഹസ്യം കിടക്കുന്നത് അവരുടെ ബിസിനസ് മോഡലിലാണ്. ഇത് ഒരു സാധാരണ കമ്പനിയിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യസ്തമായിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ശരിക്കും പറഞ്ഞാൽ ഇതിലെ വ്യത്യാസം വളരെ ലളിതമാണ്. ഒരു പഴയ രീതിയിലുള്ള കമ്പനി സ്വന്തമായി സാധനങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്നു. പക്ഷെ ഒരു പ്ലാറ്റ്ഫോം അങ്ങനെയല്ല. അതൊരു പാലം പോലെയാണ്, ഒരു ഇടനിലക്കാരൻ. ഉദാഹരണത്തിന് ആമസോൺ തന്നെ എടുക്കാം. അവർ മിക്ക സാധനങ്ങളും സ്വന്തമായി ഉണ്ടാക്കുകയോ സ്റ്റോക്ക് ചെയ്യുകയോ ചെയ്യുന്നില്ല. പകരം വിൽപ്പനക്കാരെയും വാങ്ങുന്നവരെയും ഒരുമിപ്പിക്കുന്നു. അത്രയുള്ളൂ. അപ്പോ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിനെ നമുക്ക് എങ്ങനെ നിർവചിക്കാം? വളരെ സിമ്പിളായി പറഞ്ഞാല് വ്യത്യസ്ത ഗ്രൂപ്പുകളെ, അതായത് നിർമ്മാതാക്കളെയും ഉപഭോക്താക്കളെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ. ഇപ്പൊ കുറച്ചും കൂടി വ്യക്തമായില്ലേ? പക്ഷേ എങ്ങനെയാണ് ഈ പ്ലാറ്റ്ഫോമുകളൊക്കെ ഇത്ര പെട്ടെന്ന് ലോകം മുഴുവൻ വളർന്നു പന്തലിക്കുന്നത്? അതിനൊരു സീക്രട്ട് സോസ് ഉണ്ട്. അതിവേഗം വളരാൻ അവരെ സഹായിക്കുന്ന ഒരു 4 പ്രധാന കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതെന്തൊക്കെയാണെന്ന്. ഇതാണ് ആ 4 തൂണുകൾ. ഒന്നാമത്തത് മൾട്ടി സൈഡഡ് മാർക്കറ്റുകൾ, പിന്നെ ഡേറ്റയുടെ ഉപയോഗം, അതിവേഗം വളരാനുള്ള കഴിവ്, പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് വിശ്വാസം. നമുക്ക് ഇതിലെ ഓരോന്നും എന്താണെന്ന് നോക്കാം. ആദ്യത്തേത് മൾട്ടി സൈഡഡ് മാർക്കറ്റുകൾ. ആ പേര് കേട്ട് പേടിക്കണ്ട, സംഭവം സിമ്പിളാണ്. യൂബറിന്റെ കാര്യമൊന്നാലോചിച്ചു നോക്കൂ. യാത്രക്കാരില്ലെങ്കിൽ ഡ്രൈവർമാർക്ക് ഒരു പ്രയോജനവുമില്ല, അതുപോലെ ഡ്രൈവർമാരില്ലെങ്കിൽ യാത്രക്കാർക്കും പ്രയോജനമില്ല. ഇങ്ങനെ പരസ്പരം ആശ്രയിക്കുന്ന പല ഗ്രൂപ്പുകളെ ഒരുമിപ്പിക്കുന്നതിനെയാണ് ഇങ്ങനെ പറയുന്നത്.
ഇതിനെയാണ് നെറ്റ്വർക്ക് ഇഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് കൂടുതൽ ആളുകൾ ഒരു പ്ലാറ്റ്ഫോമിൽ ചേരുന്തോറും അതിന്റെ മൂല്യം എല്ലാവർക്കും കൂടുന്നു. ഈ കൂടിയ മൂല്യം കണ്ട് വീണ്ടും പുതിയ ആളുകൾ വരുന്നു. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഒരു മലമുകളിൽ നിന്ന് ഒരു മഞ്ഞുരുള താഴേക്ക് ഉരുണ്ടുവരുന്തോറും വലുതായി വരുന്നതുപോലെ ഈ വളർച്ച സ്വയം ശക്തിപ്പെട്ടുകൊണ്ടേയിരിക്കും. ഈ ബിസിനസ് മോഡലുണ്ടല്ലോ, ഇന്ന് നമ്മുടെ ചുറ്റും എല്ലായിടത്തുമുണ്ട്. നമുക്കൊന്ന് വേഗത്തിൽ കണ്ണോടിച്ച് നോക്കിയാലോ? സാധനങ്ങൾ വാങ്ങാനും വിൽക്കാനും നമുക്ക് ആമസോണും ഫ്ലിപ്കാർട്ടും പോലെയുള്ള ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളുണ്ട്. നമ്മുടെ ചിന്തകളും ഫോട്ടോകളുമൊക്കെ പങ്കുവെക്കാനോ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ. യാത്ര ചെയ്യാനും ഭക്ഷണം ഓർഡർ ചെയ്യാനും യൂബറും സൊമാറ്റോയും പോലുള്ള സർവീസ് പ്ലാറ്റ്ഫോമുകൾ റെഡി. വീഡിയോ കാണാൻ യൂട്യൂബ്, സിനിമകൾക്ക് നെറ്റ്ഫ്ലിക്സ്, പാട്ട് കേൾക്കാൻ സ്പോട്ടിഫൈ, കണ്ടന്റ് പ്ലാറ്റ്ഫോമുകൾ വേറെ. ഇനി പണം അയക്കാനാണെങ്കിലോ ഗൂഗിൾ പേയും ഫോൺപേയുമുണ്ട്. കണ്ടില്ലേ, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഭാഗത്തും ഈ പ്ലാറ്റ്ഫോമുകൾ എത്തിക്കഴിഞ്ഞു. പക്ഷേ എല്ലാത്തിനും ഒരു മറുവശം കൂടിയുണ്ടാവുമല്ലോ. ഈ പ്ലാറ്റ്ഫോം ഇക്കോണമി കാണുന്ന പോലെ അത്ര തിളക്കമുള്ളവരല്ല ഇത്. ഇത് വളരെ ഗൗരവമുള്ള ചില ചോദ്യങ്ങളും വെല്ലുവിളികളും നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നുണ്ട്. ഒരു വശത്ത് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ നമുക്ക് ഒരുപാട് സൗകര്യങ്ങളും നേട്ടങ്ങളും തരുന്നു. പക്ഷെ അതേസമയം മറുവശത്ത് അവ വളരെ ഗുരുതരമായ വെല്ലുവിളികളും ഉണ്ടാക്കുന്നുണ്ട്. എന്തൊക്കെയാണ് വെല്ലുവിളികളെന്ന് നോക്കാം. പ്രധാനമായും 4 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 1. നമ്മുടെ ഡേറ്റയുടെ സ്വകാര്യതയും സുരക്ഷയും. 2. വിപണിയിലെ കുത്തകവൽക്കരണം. 3. അൽഗോരിതങ്ങൾ ചിലപ്പോൾ കാണിക്കുന്ന വിവേചനം. പിന്നെ 4. വളർന്നുവരുന്ന ഡിജിറ്റൽ വിഭജനം. ഇതാണ് ഏറ്റവും വലിയൊരു അപകടം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോകളും പരസ്യങ്ങളും കാണിക്കാൻ ഉപയോഗിക്കുന്ന അതേ ഡാറ്റ നിങ്ങളെ നിരന്തരം നിരീക്ഷിക്കാനും നിങ്ങളുടെ വിവരങ്ങൾ ദുരുപയോഗം ചെയ്യാനും സാധ്യതയുണ്ടാക്കുന്നു. അപ്പം നമ്മുടെ സ്വകാര്യതയുടെ വില എന്താണ്? അതൊരു വലിയ ചോദ്യമാണ്. മറ്റൊന്നാണ് ഈ കുത്തകവൽക്കരണം. വിരലിൽ എണ്ണാവുന്ന കുറച്ച് ടെക് ഭീമന്മാർ വിപണി മുഴുവൻ അടക്കി വാഴുമ്പോൾ പുതിയ ആശയങ്ങളുമായി വരുന്ന ചെറിയ കമ്പനികൾക്ക് പിടിച്ചു നിൽക്കാൻ പോലും പറ്റുന്നില്ല. ഇത് മത്സരത്തെയും പുതിയ കണ്ടുപിടുത്തങ്ങളെയും ഇല്ലാതാക്കുകയല്ലേ ചെയ്യുന്നത്? അപ്പോ നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ചോദ്യം ഇതാണ്. ഈ പ്ലാറ്റ്ഫോമുകൾ തരുന്ന ഗുണങ്ങളൊക്കെ നമുക്ക് വേണം, പക്ഷേ അതേസമയം അതിലെ അപകടങ്ങളെ നമുക്ക് എങ്ങനെ നേരിടാൻ പറ്റും? നമ്മുടെ ഡിജിറ്റൽ ഭാവി ഈയൊരു ചോദ്യത്തിനുള്ള ഉത്തരത്തെ ആശ്രയിച്ചായിരിക്കും ഇരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ പ്ലാറ്റ്ഫോമുകൾ ഒരു വലിയ മാറ്റം തന്നെയാണ്, സംശയമില്ല. പക്ഷേ അവയുയർത്തുന്ന ഈ സ്വകാര്യത, കുത്തക, അസമത്വം പോലുള്ള വെല്ലുവിളികളുണ്ടല്ലോ, അതിന് നമ്മൾ, അതായത് സർക്കാരുകളും കമ്പനികളും സമൂഹത്തിലെ ഓരോ വ്യക്തിയും അടിയന്തരമായി ശ്രദ്ധ കൊടുത്തേ പറ്റൂ. അപ്പോ അവസാനമായി നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യം ഇതാണ്. നമ്മുടെ ജീവിതത്തെ ഇത്രയധികം നിയന്ത്രിക്കുന്ന ഈ പ്ലാറ്റ്ഫോമുകൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും എല്ലാവർക്കും നീതി ഉറപ്പാക്കുന്നതും സുസ്ഥിരവുമാണെന്ന് നമുക്കെങ്ങനെ ഉറപ്പിക്കാൻ കഴിയും? ഈ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. ഈ പാഠത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് അഥവാ IoTയെക്കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ആദ്യം IoT എന്താണെന്ന് നോക്കും. പിന്നെ അതിന്റെ പ്രധാന സവിശേഷതകൾ, ഉപയോഗങ്ങൾ, പ്രയോജനങ്ങൾ, അവസാനം അതിന്റെ ഭാവിയെക്കുറിച്ചും സംസാരിക്കും. ശരി, നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്നതിന്റെ നിർവചനം എന്താണെന്ന് നോക്കാം. ഇതിനെ വളരെ ലളിതമായിട്ട് ഇങ്ങനെ പറയാം. നമ്മുടെ ചുറ്റുമുള്ള സാധാരണ വസ്തുക്കൾ, അത് ചിലപ്പോൾ ഒരു വാച്ചാകാം, അല്ലെങ്കിൽ ഒരു ഫ്രിഡ്ജാകാം, ഇവയെ ഇന്റർനെറ്റുമായി കണക്ട് ചെയ്യുന്നു. അങ്ങനെ മനുഷ്യന്റെ സഹായമില്ലാതെ തന്നെ വിവരങ്ങൾ ശേഖരിക്കാനും കൈമാറാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും അവയ്ക്ക് കഴിയുന്നു. ഈ ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് കെവിൻ ആഷ്ടനാണ് 1999. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് ഇതായിരുന്നു: പ്രവർത്തനങ്ങൾ എളുപ്പമാക്കാൻ ഉപകരണങ്ങൾക്ക് തമ്മിൽ സംസാരിക്കാൻ കഴിയുന്ന ഒരു ലോകം. ഒരു IoT സിസ്റ്റത്തിന് പ്രധാനമായും 4 ഘടകങ്ങളാണുള്ളത്. 1. ചുറ്റുപാടിൽ നിന്ന് ഡേറ്റ പിടിച്ചെടുക്കാനുള്ള സെൻസറുകൾ. 2. ഈ ഡേറ്റ കൈമാറാനുള്ള കണക്ടിവിറ്റി. 3. കിട്ടിയ ഡേറ്റ വിശകലനം ചെയ്യാനുള്ള പ്രോസസ്സിംഗ്. പിന്നെ 4. ഈ വിവരങ്ങൾ നമ്മളിലേക്ക് എത്തിക്കാനൊരു യൂസർ ഇന്റർഫേസ്. അടുത്തതായിട്ട് നമുക്ക് IoTയുടെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതുവരെ ഇന്റർനെറ്റുമായി ഒരു ബന്ധവുമില്ലാതിരുന്ന സാധാരണ വസ്തുക്കൾക്ക് ഒരു കണക്ഷൻ കിട്ടുന്നു എന്നതാണ്. അതോടെ അവയ്ക്ക് തത്സമയം സംവദിക്കാനും പ്രതികരിക്കാനുമൊക്കെ കഴിയുന്ന സ്മാർട്ട് ഉപകരണങ്ങളായി മാറാൻ സാധിക്കുന്നു. രണ്ടാമത്തെ സവിശേഷത സ്കേലബിലിറ്റിയാണ്.
എന്നുവെച്ചാൽ ഒരു സിസ്റ്റം ഒരിക്കൽ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അതിന്റെ അടിസ്ഥാന ഘടന മാറ്റാതെ തന്നെ പുതിയ ഉപകരണങ്ങൾ എത്ര വേണമെങ്കിലും കൂട്ടിച്ചേർത്ത് അതിനെ വലുതാക്കാം. മൂന്നാമതായി ഇന്റർ ഓപ്പറബിലിറ്റി. ഇത് വളരെ പ്രധാനമാണ്. കാരണം പല ബ്രാൻഡുകളുടെ ഉപകരണങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടി വരും, അല്ലേ? അപ്പോൾ അവയെല്ലാം ഒരു സിസ്റ്റത്തിനുള്ളിൽ യാതൊരു പ്രശ്നവുമില്ലാതെ യോജിച്ച് പ്രവർത്തിക്കാൻ കഴിയണം. അവസാനമായി ഓട്ടോമേഷൻ. സത്യം പറഞ്ഞാൽ ഇതാണ് IoTയുടെ ഹൃദയം. അതായത് മുൻകൂട്ടി നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ അനുസരിച്ച് മനുഷ്യന്റെ സഹായമില്ലാതെ തന്നെ ഈ ഉപകരണങ്ങൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയും. ഇത് നമ്മുടെ മേൽനോട്ടം ഒരുപാട് കുറയ്ക്കാൻ സഹായിക്കും. ശരി, ഈ സവിശേഷതകളെല്ലാം നമ്മൾ കണ്ടു. ഇനി IoT എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കിയാലോ? നമുക്ക് നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെ തുടങ്ങാം. സ്മാർട്ട് തെർമോസ്റ്റാറ്റുകൾ, ലൈറ്റുകൾ, സെക്യൂരിറ്റി ക്യാമറകൾ, ഇവയെല്ലാം നമുക്ക് എവിടെ ഇരുന്നും നിയന്ത്രിക്കാൻ കഴിയും. ഇത് സൗകര്യം മാത്രമല്ല, ഊർജം ലാഭിക്കാനും സുരക്ഷ കൂട്ടാനും സഹായിക്കുന്നുണ്ട്. അതുപോലെ ആരോഗ്യരംഗത്തും IoT ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. നമ്മൾ ധരിക്കുന്ന സ്മാർട്ട് വാച്ചുകൾ പോലുള്ളവ ഹൃദയമിടിപ്പ് പോലെയുള്ള കാര്യങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുന്നു. അതുപോലെ ആശുപത്രികളിലെ പ്രധാനപ്പെട്ട ഉപകരണങ്ങൾ ട്രാക്ക് ചെയ്യാനും ഇത് സഹായിക്കുന്നു. ഇനി ഇൻഡസ്ട്രിയിലേക്ക് വന്നാല് അവിടെ IIoT അഥവാ ഇൻഡസ്ട്രിയൽ IoT ആണ് താരം. ഫാക്ടറികളിലെ സെൻസറുകൾ യന്ത്രങ്ങളുടെ പ്രവർത്തനം നിരീക്ഷിച്ച് എപ്പോഴാണ് തകരാർ വരാൻ സാധ്യതയെന്നും മുൻകൂട്ടി പറയും. ഇതിനെയാണ് നമ്മൾ ഇൻഡസ്ട്രി 4.0 എന്ന് പറയുന്നത്. കൃഷിയിലും IoT വലിയൊരു സഹായമാണ്. സ്മാർട്ട് ഇറിഗേഷൻ സിസ്റ്റങ്ങൾ, ഡ്രോണുകൾ, മണ്ണിലെ ഈർപ്പം അളക്കുന്ന സെൻസറുകൾ, ഇതെല്ലാം കർഷകർക്ക് ഡാറ്റയെ അടിസ്ഥാനമാക്കി നല്ല തീരുമാനങ്ങളെടുക്കാൻ സഹായിക്കുന്നു. അതുവഴി വിളവ് കൂട്ടാനും സാധിക്കുന്നു. നഗരങ്ങളെ സ്മാർട്ട് സിറ്റികളാക്കുന്നതിലും IoTക്ക് വലിയ പങ്കുണ്ട്. ട്രാഫിക് നിയന്ത്രിക്കുന്നതിനും മാലിന്യം ശേഖരിക്കുന്നതിനും ഊർജം സംരക്ഷിക്കുന്നതിനും എന്തിന് പൊതുസുരക്ഷ കൂട്ടുന്നതിനും വരെ IoT സിസ്റ്റങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയധികം ഉപയോഗങ്ങളുള്ള IoTയുടെ പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായി നോക്കാം. ഒന്നാമത്തെ പ്രയോജനം കാര്യക്ഷമതയിലുള്ള വർധനമാണ്. തത്സമയം ഡേറ്റ കിട്ടുന്നതുകൊണ്ട് തീരുമാനങ്ങൾ വേഗത്തിലും കൃത്യമായും എടുക്കാൻ പറ്റും. ഇത് അനാവശ്യമായ പാഴാക്കൽ കുറയ്ക്കുകയും വിഭവങ്ങൾ ഏറ്റവും നന്നായി ഉപയോഗിക്കാൻ സഹായിക്കുകയും ചെയ്യും. രണ്ടാമതായി, ഇത് ഉപഭോക്താക്കൾക്ക് കിട്ടുന്ന അനുഭവം മെച്ചപ്പെടുത്തുന്നു. ഉപഭോക്താക്കൾ ഒരു പ്രോഡക്റ്റ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കി കമ്പനികൾക്ക് അവർക്കുവേണ്ടി മാത്രമുള്ള സേവനങ്ങൾ നൽകാൻ കഴിയും. പിന്നെ ചെലവ് കുറയ്ക്കാൻ IoT ഒരുപാട് സഹായിക്കും. യന്ത്രങ്ങൾക്ക് കേടുപാടുകൾ വരുന്നതിന് മുമ്പേ തന്നെ അത് കണ്ടെത്തുന്നതുകൊണ്ട് വലിയ റിപ്പയറിന്റെ ചെലവ് ഒഴിവാക്കാം. അതുപോലെ വീടുകളിലും വാഹനങ്ങളിലും ഊർജവും ഇന്ധനവും ലാഭിക്കാനും സാധിക്കും. ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, IoT പുതിയ ബിസിനസ് മോഡലുകൾക്ക് തന്നെ വഴി തുറക്കുന്നതാണ്. കമ്പനികൾക്ക് ഒരു ഉൽപ്പന്നം വെറുതെ വിൽക്കുന്നതിന് പകരം അതുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ നൽകാൻ തുടങ്ങാം. ഉദാഹരണത്തിന് കംപ്രസ്ഡ് എയർ ഒരു സേവനമായി നൽകുന്നതുപോലെ. അവസാനമായി നമുക്ക് IoTയുടെ ഭാവിയെക്കുറിച്ച് സംസാരിക്കാം. എന്തൊക്കെയാണ് ഈ രംഗത്ത് വരാൻ പോകുന്ന വലിയ മാറ്റങ്ങൾ? പ്രധാനമായും 4 കാര്യങ്ങളാണ് IoTയുടെ ഭാവിയെ രൂപപ്പെടുത്താൻ പോകുന്നത്. 1. 5Gയുടെ വരവ്. ഇത് കൂടുതൽ വേഗത്തിലുള്ള ഡേറ്റ കൈമാറ്റം ഉറപ്പാക്കും. 2. എഡ്ജ് കമ്പ്യൂട്ടിംഗ്. ഇത് ഡേറ്റയെ പ്രാദേശികമായി തന്നെ പ്രോസസ് ചെയ്യാൻ സഹായിക്കും. 3. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. AI ഉപയോഗിച്ച് ഉപകരണങ്ങൾക്ക് കൂടുതൽ മികച്ച തീരുമാനങ്ങളെടുക്കാൻ സാധിക്കും. ഈ മാറ്റങ്ങളെല്ലാം പ്രധാനപ്പെട്ട പല മേഖലകളിലും വിപ്ലവം സൃഷ്ടിക്കും. അപ്പോൾ ചുരുക്കിപ്പറഞ്ഞാൽ നമ്മുടെ ഭൗതിക ലോകത്തെയും ഡിജിറ്റൽ ലോകത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു വലിയ പരിവർത്തനമാണ് IoT. ഇതിന് ഒരുപാട് സാധ്യതകളുണ്ട്. പക്ഷേ അതേസമയം സുരക്ഷ, സ്വകാര്യത തുടങ്ങിയ വെല്ലുവിളികളെ നമ്മൾ ഗൗരവമായി കാണണം. ഇവ രണ്ടും ഒരുമിച്ച് കൊണ്ടുപോയാൽ മാത്രമേ IoTയുടെ യഥാർത്ഥ ഗുണങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളൂ. ഈ പാഠത്തിൽ നമ്മൾ ക്ലൗഡ് കമ്പ്യൂട്ടിംഗിന്റെ തത്വങ്ങളെക്കുറിച്ചും അതിന്റെ ആർക്കിടെക്ചറിനെക്കുറിച്ചും പഠിക്കാൻ പോവുകയാണ്. നമ്മുടെ ചർച്ച 4 ഭാഗങ്ങളായിട്ടാണ് മുന്നോട്ടു പോകുന്നത്. ആദ്യം ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിനെ നിർവചിക്കും. പിന്നീട് അതിന്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കും. തുടർന്ന് അടിസ്ഥാനപരമായ നേട്ടങ്ങൾ ചർച്ച ചെയ്യും. അവസാനം ഒരു ഉപസംഹാരത്തോടെ നമ്മളിത് അവസാനിപ്പിക്കും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. എന്താണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് നിർവചിച്ചുകൊണ്ട് തുടങ്ങാം. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്റർനെറ്റിലൂടെ കമ്പ്യൂട്ടിംഗ് സേവനങ്ങൾ നൽകുക എന്നതാണ്. ഈ സേവനങ്ങളിൽ ഇൻഫ്രാസ്ട്രക്ചർ, പ്ലാറ്റ്ഫോമുകൾ,
സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനുകൾ എന്നിവയെല്ലാം ഉൾപ്പെടും. അതായത് നമുക്കാവശ്യമായ കമ്പ്യൂട്ടിംഗ് റിസോഴ്സുകൾ ഇന്റർനെറ്റ് വഴി ലഭ്യമാക്കുന്ന ഒരു രീതിയാണിത്. ഇതിന്റെ പ്രവർത്തനത്തിലെ ഒരു പ്രധാന ആശയം പേ ആസ് യു ഗോ മാതൃകയാണ്. അതായത് നിങ്ങൾ ഉപയോഗിക്കുന്ന സേവനങ്ങൾക്ക് മാത്രം പണം നൽകിയാൽ മതി. ഇത് ഹാർഡ്വെയറിൽ വലിയൊരു തുക ആദ്യം തന്നെ നിക്ഷേപിക്കുന്നത് ഒഴിവാക്കാൻ സഹായിക്കുന്നു. അതുവഴി ചെലവ് കുറഞ്ഞതും ആവശ്യത്തിനനുസരിച്ച് വികസിപ്പിക്കാവുന്നതുമായ പരിഹാരങ്ങൾ നമുക്ക് ലഭിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കിടക്കാം. ക്ലൗഡ് കമ്പ്യൂട്ടിംഗിന്റെ പ്രധാന സവിശേഷതകൾ. ഇതിനെ നിർവചിക്കുന്ന ചില പ്രധാന ഘടകങ്ങളുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിന്റെ പ്രധാനപ്പെട്ട 5 സവിശേഷതകൾ നമുക്ക് ഓരോന്നായി പരിശോധിക്കാം. ഒന്നാമത്തേത് ഓൺ ഡിമാൻഡ് സെൽഫ് സർവീസ്, അതായത് ഉപയോക്താക്കൾക്ക് മറ്റൊരാളുടെ സഹായമില്ലാതെ തന്നെ ഓട്ടോമാറ്റിക്കായി കമ്പ്യൂട്ടിംഗ് സേവനങ്ങൾ പ്രൊവിഷൻ ചെയ്യാൻ സാധിക്കും. രണ്ടാമതായി ബ്രോഡ് നെറ്റ്വർക്ക് ആക്സസ്, സേവനങ്ങൾ ഒരു നെറ്റ്വർക്ക് വഴി സ്റ്റാൻഡേർഡ് മെക്കാനിസങ്ങളിലൂടെ എല്ലാവർക്കും ലഭ്യമായിരിക്കും. മൂന്നാമത്തേതാണ് റിസോഴ്സ് പൂളിംഗ്. ഇവിടെ ഒരു കൂട്ടം കമ്പ്യൂട്ടിംഗ് റിസോഴ്സുകൾ ഒന്നിലധികം ഉപഭോക്താക്കൾക്ക് ഒരുമിച്ച് ഉപയോഗിക്കാൻ സാധിക്കും. ഇതിനെ മൾട്ടി ടെനന്റ് മോഡൽ എന്ന് പറയും. നാലാമതായി റാപ്പിഡ് ഇലാസ്റ്റിസിറ്റി, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വളരെ പെട്ടെന്ന് തന്നെ റിസോഴ്സുകളുടെ അളവ് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കുന്നു. അവസാനമായി മെഷേർഡ് സർവീസ്, ഉപയോഗിക്കുന്ന ഓരോ റിസോഴ്സിനെയും കൃത്യമായി നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനും റിപ്പോർട്ട് ചെയ്യാനും ഇതിലൂടെ സാധിക്കുന്നു. ഇത് ഉപയോക്താവിനും സേവനദാതാവിനും സുതാര്യത ഉറപ്പാക്കുന്നു. അപ്പോ ഈ പറഞ്ഞ സവിശേഷതകളെല്ലാം ഉള്ളതുകൊണ്ട് ക്ലൗഡ് സാങ്കേതികവിദ്യകൾ സ്വീകരിക്കുന്നതിലൂടെ ലഭിക്കുന്ന പ്രധാന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഇവിടെ പ്രധാനമായും 6 നേട്ടങ്ങളുണ്ട്. ഒന്നാമത്തേത് കോസ്റ്റ് എഫിഷ്യൻസി അഥവാ ചിലവ് കുറവ്. ഹാർഡ്വെയറിനും സോഫ്റ്റ്വെയറിനുമുള്ള വലിയ മുതൽമുടക്ക് ഇത് ഒഴിവാക്കുന്നു. രണ്ടാമത്തേത് സ്കേലബിലിറ്റി, നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് റിസോഴ്സുകൾ എളുപ്പത്തിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. മൂന്നാമത് പെർഫോമൻസ്, ലോകമെമ്പാടുമുള്ള സുരക്ഷിതവും കാര്യക്ഷമവുമായ ഡേറ്റാ സെന്ററുകളിലാണ് ഈ സേവനങ്ങൾ പ്രവർത്തിക്കുന്നത്. അതിനാൽ മികച്ച പ്രകടനം ഉറപ്പാണ്. നാലാമതായി സ്പീഡ് ആൻഡ് അജിലിറ്റി, മിനിറ്റുകൾക്കുള്ളിൽ നമുക്ക് ആവശ്യമുള്ള റിസോഴ്സുകൾ ലഭ്യമാക്കാം. ഇത് ബിസിനസിന്റെ വേഗതയും ഫ്ലെക്സിബിലിറ്റിയും വർദ്ധിപ്പിക്കുന്നു. അഞ്ചാമത്തേത് പ്രൊഡക്ടിവിറ്റി, ഹാർഡ്വെയർ സെറ്റപ്പ് പോലുള്ള സമയം നഷ്ടപ്പെടുത്തുന്ന ജോലികൾ ഒഴിവാകുന്നതുകൊണ്ട് മറ്റു കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം. അവസാനമായി സെക്യൂരിറ്റി, നമ്മുടെ ഡേറ്റയും ആപ്ലിക്കേഷനുകളും സംരക്ഷിക്കുന്നതിന് ആവശ്യമായ മികച്ച സുരക്ഷാ നയങ്ങളും നിയന്ത്രണങ്ങളും ക്ലൗഡ് പ്ലാറ്റ്ഫോമുകൾ നൽകുന്നു. ഇനി നമുക്ക് അവസാന ഭാഗത്തേക്ക് കടക്കാം. ക്ലൗഡ് സാങ്കേതികവിദ്യകളെക്കുറിച്ചുള്ള ഒരു ഉപസംഹാരം. ഇവിടെ നൽകിയിരിക്കുന്ന ഉദ്ധരണി ശ്രദ്ധിക്കുക. ആധുനിക IT ഇൻഫ്രാസ്ട്രക്ചറിന്റെ അവിഭാജ്യ ഘടകമായി ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് മാറിയിരിക്കുന്നു. വൈവിധ്യമാർന്ന കമ്പ്യൂട്ടിംഗ് ആവശ്യങ്ങൾക്കായി വികസിപ്പിക്കാവുന്നതും വളക്കമുള്ളതും ചെലവ് കുറഞ്ഞതുമായ പരിഹാരങ്ങൾ ഇത് നൽകുന്നു. ഈ പ്രസ്താവന ക്ലൗഡ് കമ്പ്യൂട്ടിംഗിന്റെ ഇന്നത്തെ പ്രാധാന്യം വ്യക്തമാക്കുന്നു. ഇത് ആധുനിക ITയുടെ ഒരു അവിഭാജ്യ ഘടകമാണ്. അപ്പോൾ ഈ പാഠം അവസാനിപ്പിക്കുന്നത് ഒരു ചോദ്യത്തോടെയാണ്. ഈ ആശയങ്ങളെല്ലാം മനസ്സിലാക്കിയ സ്ഥിതിക്ക് പുതുമയും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിനായി വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ക്ലൗഡ് സാങ്കേതികവിദ്യകളെ എങ്ങനെ ഫലപ്രദമായി പ്രയോജനപ്പെടുത്താൻ കഴിയും? ഇതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. ഈ പാഠത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പരിണാമവും അതിന്റെ സ്വാധീനവുമാണ്. ശരി, അപ്പോൾ ഈ ഒരു ചർച്ചയിൽ നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, ആദ്യം നിർമ്മിത ബുദ്ധി എന്താണെന്ന് കൃത്യമായി നിർവചിക്കും. പിന്നെ അതിന്റെ പലതരം സിസ്റ്റങ്ങളെപ്പറ്റി പഠിക്കും. അത് കഴിഞ്ഞ് AI എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും അതിന്റെ രീതികൾ എന്തൊക്കെയാണെന്നും നോക്കും. വിവിധ മേഖലകളിൽ ഇതിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നും ഒടുവിലായി ഇത് ഉയർത്തുന്ന ധാർമ്മിക വെല്ലുവിളികളും ഭാവിയും നമ്മൾ വിശദമായി ചർച്ച ചെയ്യും. അപ്പോ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. എന്താണ് നിർമ്മിത ബുദ്ധി എന്ന് നിർവചിച്ചുകൊണ്ട് തന്നെ തുടങ്ങാം. നിർമ്മിത ബുദ്ധി അല്ലെങ്കിൽ നമ്മൾ പറയുന്ന AI അതെന്താണെന്ന് ചോദിച്ചാൽ, യന്ത്രങ്ങൾക്ക് മനുഷ്യന്റെ ചിന്താപരമായ കഴിവുകളെ അനുകരിക്കാനുള്ള ശേഷിയാണ്. ലളിതമായി പറഞ്ഞാൽ, പഠിക്കുക, പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക, യുക്തിയോടെ ചിന്തിക്കുക, സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള യന്ത്രങ്ങളുടെ കഴിവ്. അതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അപ്പോൾ സ്വാഭാവികമായും ഒരു സംശയം വരാം, സാധാരണ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗും ഇതും തമ്മിൽ എന്താണ് വ്യത്യാസം? അല്ലേ? വ്യത്യാസമുണ്ട്. പരമ്പരാഗത പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ അതേപടി അനുസരിക്കും, അത്രയുള്ളൂ. പക്ഷേ AI അങ്ങനെയല്ല. അത് അനുഭവങ്ങളിൽ നിന്ന് പഠിക്കും, കാലം ചെല്ലുംതോറും സ്വയം മെച്ചപ്പെട്ടുകൊണ്ടിരിക്കും. യഥാർത്ഥത്തിൽ ഈ ഒരു ചിന്തയുടെയെല്ലാം തുടക്കം കുറിച്ചത് കമ്പ്യൂട്ടർ സയൻസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന അലൻ ട്യൂറിംഗ് ആണ്. അദ്ദേഹത്തിന്റെ വളരെ ലളിതമായൊരു ചോദ്യത്തിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്: യന്ത്രങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ? ആ ഒരൊറ്റ ചോദ്യമാണ് നിർമ്മിത ബുദ്ധിയുടെ ഈ വലിയ ലോകത്തേക്കുള്ള വാതിൽ തുറന്നുകൊടുത്തത്. AIയുടെ പരിണാമം നോക്കുകയാണെങ്കിൽ അത് പല ദശാബ്ദങ്ങൾ നീണ്ട ഒന്നാണ്.
തുടക്കം 1950കളിലാണ്. അന്ന് സിംബോളിക് AI ആയിരുന്നു, അതായത് ലളിതമായ നിയമങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള സിസ്റ്റങ്ങൾ. പിന്നെ 1980കളായപ്പോഴേക്കും എക്സ്പേർട്ട് സിസ്റ്റങ്ങൾ വന്നു, ഒരു പ്രത്യേക വിഷയത്തിൽ മനുഷ്യന്റെ അറിവ് പ്രോഗ്രാം ചെയ്തെടുത്തവ. ഒരു വലിയ മുന്നേറ്റം വന്നത് 2000കളിലാണ്, മെഷീൻ ലേണിംഗിന്റെ വരവോടെ, ഡേറ്റയിൽ നിന്ന് സ്വയം പഠിക്കാനുള്ള കഴിവ്. ഇന്നാകട്ടെ മനുഷ്യ മസ്തിഷ്കത്തിന്റെ ഘടനയെ തന്നെ അനുകരിക്കുന്ന ഡീപ്പ് ലേണിംഗ് ആണ് ഈ രംഗം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ശരി, ഇനി നമുക്ക് AI സിസ്റ്റങ്ങളെ അവയുടെ കഴിവിനനുസരിച്ച് എങ്ങനെ തരംതിരിക്കാം എന്ന് നോക്കാം. കഴിവിന്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ പ്രധാനമായും 3 തരത്തിലാണ് AI ഉള്ളത്. ഒന്നാമത്തേത് നാരോ AI അല്ലെങ്കിൽ വീക്ക് AI. ഇന്ന് നമ്മൾ കാണുന്ന ഭൂരിഭാഗം AI ആപ്ലിക്കേഷനുകളും ഇതിൽ വരും. ഉദാഹരണത്തിന് സിരി അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സിലെ റെക്കമെൻഡേഷൻസ്, ഇവയൊക്കെ ഒരു പ്രത്യേക കാര്യം ചെയ്യാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ്. രണ്ടാമത്തേത് ജനറൽ AI അല്ലെങ്കിൽ സ്ട്രോങ് AI. മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന ഏത് ബൗദ്ധിക ജോലിയും ചെയ്യാൻ കഴിവുള്ള ഒന്ന്. പക്ഷേ ഇതിപ്പോഴും വലിയൊരളവ് വരെ സൈദ്ധാന്തികമാണ്. മൂന്നാമത്തേത് സൂപ്പർ ഇന്റലിജന്റ് AI. ഇത് എല്ലാ മേഖലകളിലും മനുഷ്യബുദ്ധിയെ മറികടക്കുന്ന ഒന്നാണ്. നിലവിൽ ഇതൊരു സങ്കല്പം മാത്രമാണ്. അപ്പോ ഈ AI സിസ്റ്റങ്ങളൊക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? അതിന് പിന്നിലെ പ്രധാനപ്പെട്ട സംവിധാനങ്ങളും ഘടകങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്കിനി പരിശോധിക്കാം. AIയുടെ പ്രവർത്തനത്തിനു പിന്നിലെ പ്രധാന ഘടകങ്ങൾ ഇവയാണ്. ഒന്നാമതായി മെഷീൻ ലേണിംഗ്. ഇതാണ് ഇതിന്റെ എല്ലാം കാതൽ. പ്രത്യേകമായി പ്രോഗ്രാം ചെയ്യാതെ തന്നെ ഡേറ്റയിൽ നിന്ന് പഠിക്കാനുള്ള കഴിവ്. അതിന്റെ കുറച്ചുകൂടി സങ്കീർണമായൊരു രൂപമാണ് ഡീപ്പ് ലേണിംഗ്. ഇത് വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യാൻ മനുഷ്യ മസ്തിഷ്കത്തിലെ ന്യൂറൽ നെറ്റ്വർക്കുകൾ പോലെ ലെയറുകളുള്ള സിസ്റ്റംസ് ഉപയോഗിക്കുന്നു. പിന്നെ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് അഥവാ NLP. മനുഷ്യന്റെ ഭാഷ, അതായത് സംസാരവും എഴുത്തുമൊക്കെ മനസ്സിലാക്കാനും തിരിച്ചു പ്രതികരിക്കാനും AIയെ സഹായിക്കുന്നത് ഇതാണ്. അടുത്തത് കമ്പ്യൂട്ടർ വിഷൻ. ചിത്രങ്ങളും വീഡിയോകളും പോലുള്ള ദൃശ്യങ്ങൾ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ്. അവസാനമായി റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്. ഇത് പരീക്ഷണങ്ങളിലൂടെയും തെറ്റുകളിലൂടെയും പഠിക്കുന്ന രീതിയാണ്. ശരിയുത്തരങ്ങൾക്ക് ഒരു റിവാർഡ് കിട്ടുന്നതുപോലെ ഫീഡ്ബാക്കിലൂടെ സ്വയം മെച്ചപ്പെടുന്നു. അപ്പോ ഈ പറഞ്ഞ കഴിവുകളൊക്കെ വെച്ച് AI നമ്മുടെ ദൈനംദിന ജീവിതത്തെയും പല വ്യവസായങ്ങളെയും എങ്ങനെയാണ് മാറ്റിമറിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി ആരോഗ്യരംഗം. രോഗനിർണയം കൂടുതൽ കൃത്യമാക്കാനും റോബോട്ടിക് സർജറികൾ നടത്താനുമൊക്കെ ഇന്ന് AI ഉപയോഗിക്കുന്നുണ്ട്. ഇനി ധനകാര്യ മേഖല എടുത്താലോ? ബാങ്കിംഗ് തട്ടിപ്പുകൾ കണ്ടെത്താനും ആൽഗോറിതം ഉപയോഗിച്ച് ട്രേഡിംഗ് നടത്താനും ഇത് സഹായിക്കുന്നു. വിദ്യാഭ്യാസ രംഗത്തും വലിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഓരോ വിദ്യാർത്ഥിയുടെയും കഴിവിനനുസരിച്ച് പഠനം ക്രമീകരിക്കുന്ന പ്ലാറ്റ്ഫോമുകൾ ഇതിനുദാഹരണമാണ്. പിന്നെ നമ്മൾ കാണുന്ന ഓട്ടോണോമസ് വാഹനങ്ങൾ, അതായത് ഡ്രൈവറില്ലാ കാറുകൾ, സ്മാർട്ട് ഹോമുകൾ, ഇവയുടെയൊക്കെ പിന്നിലും AI ആണ്. ഈ പ്രയോഗങ്ങൾ അവിടെ തീരുന്നില്ല. പ്രിസിഷൻ അഗ്രികൾച്ചർ, അതായത് കൃഷിയിൽ ജലസേചനം എവിടെ, എപ്പോൾ, എത്ര വേണമെന്ന് കൃത്യമായി കണ്ടെത്താനും വിളകൾ നിരീക്ഷിക്കാനുമൊക്കെ AI സഹായിക്കുന്നു. ഗവൺമെന്റ് തലത്തിൽ ട്രാഫിക് മാനേജ്മെന്റ്, പൊതുസേവനങ്ങൾ എന്നിവ മെച്ചപ്പെടുത്താനും ഇതുപയോഗിക്കുന്നു. വ്യവസായങ്ങളിലും ബിസിനസ്സിലും സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, നിർമ്മാണം തുടങ്ങിയ മേഖലകളിലും ഇതിനു വലിയ പങ്കുണ്ട്. ഇതിനെല്ലാം അപ്പുറം കാലാവസ്ഥാ പ്രവചനം, പകർച്ചവ്യാധികളുടെ വ്യാപനം തടയൽ തുടങ്ങിയ വലിയ ആഗോള വെല്ലുവിളികളെ നേരിടാനും AIയുടെ ഡേറ്റ അനാലിസിസ് കഴിവുകൾ നമ്മളെ സഹായിക്കുന്നു. ഇങ്ങനെ നോക്കുമ്പോൾ AIയുടെ സാധ്യതകൾ വളരെ വലുതാണല്ലേ? പക്ഷേ ഈ സാങ്കേതികവിദ്യ ഇത്രയധികം വളരുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ചില ധാർമ്മിക ചോദ്യങ്ങളും വെല്ലുവിളികളും ഉയർത്തുന്നുണ്ട്. അതാണ് നമ്മൾ അവസാനമായി ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം. അപ്പോ എന്തൊക്കെയാണ് നിർമ്മിത ബുദ്ധി ഉയർത്തുന്ന ഈ പ്രധാന ധാർമ്മിക വെല്ലുവിളികൾ? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട ധാർമ്മിക ആശങ്കകളുണ്ട്. ഒന്നാമത്തേത് അൽഗോരിതങ്ങളിലെ പക്ഷപാതം. അതായത് AIയെ പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഡാറ്റയിൽ സമൂഹത്തിൽ നിലനിൽക്കുന്ന മുൻവിധികളുണ്ടെങ്കിൽ AIയുടെ തീരുമാനങ്ങളിലും അതേ പക്ഷപാതം കടന്നുവരാം. രണ്ടാമത്തേത് സ്വകാര്യതയാണ്. നമ്മളെക്കുറിച്ചുള്ള ഒരുപാട് ഡാറ്റ ശേഖരിക്കുന്നതുകൊണ്ട് സ്വകാര്യതയെ സംബന്ധിച്ച പ്രശ്നങ്ങൾ ഉണ്ടാകാം. മറ്റൊന്ന് തൊഴിൽ നഷ്ടമാണ്. ഓട്ടോമേഷൻ കൂടുമ്പോൾ പല ജോലികളും ഇല്ലാതാകാം. പിന്നെ ഏറ്റവും നിർണായകമായ ഒരു ചോദ്യമുണ്ട്. ഒരു AI സിസ്റ്റം സ്വയം ഒരു തെറ്റായ തീരുമാനമെടുത്താൽ അതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ്? അതുകൊണ്ടുതന്നെ ഈ സാങ്കേതികവിദ്യയെ ശരിയായ ദിശയിൽ നയിക്കാൻ കൃത്യമായ നിയമങ്ങളും തത്വങ്ങളും വേണം. AI ഭരണമെന്ന് പറയുന്നത് സുതാര്യത, നീതി, മനുഷ്യാവകാശം, സുസ്ഥിരത എന്നീ അടിസ്ഥാന തത്വങ്ങളിൽ ഉറച്ചുനിൽക്കുന്ന ഒന്നായിരിക്കണം. അങ്ങനെ ഒരു ചട്ടക്കൂടുണ്ടെങ്കിൽ മാത്രമേ ഇതിനെ ഉത്തരവാദിത്തത്തോടെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയൂ. അതുകൊണ്ട്
അവസാനം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. AI എന്നത് ഡാറ്റയിൽ നിന്ന് പഠിക്കുന്ന വെറും യന്ത്രങ്ങളല്ല, മറിച്ച് നമ്മൾ മനുഷ്യർ തന്നെ സൃഷ്ടിച്ച ഈ പുതിയ തരം ബുദ്ധിയുമായി എങ്ങനെ സഹവസിക്കാം എന്ന് മനുഷ്യരാശി തന്നെ പഠിക്കുന്ന ഒരു പ്രക്രിയ കൂടിയാണിത്. ഇത് വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഈ ഒരു പഠനത്തിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയെക്കുറിച്ചാണ്. അപ്പോ എന്തുകൊണ്ടാണ് നമുക്ക് ബ്ലോക്ക് ചെയിൻ പോലെയുള്ളൊരു ടെക്നോളജി ആവശ്യമായി വരുന്നത്? നോക്കൂ, നമ്മുടെ ഡിജിറ്റൽ ഇടപാടുകൾക്ക് ഏറ്റവും പ്രധാനം വിശ്വാസമാണ്. പക്ഷേ നിലവിലുള്ള സിസ്റ്റംസ്, അതായത് ബാങ്കുകളോ ഗവൺമെന്റുകളോ പോലെയുള്ള ഇടനിലക്കാരെ ആശ്രയിക്കുന്ന സിസ്റ്റംസിന് ഒരുപാട് പരിമിതികളുണ്ട്. തട്ടിപ്പുകൾ, കാര്യക്ഷമതയില്ലായ്മ, ഉയർന്ന ചിലവുകൾ, പിന്നെ അഴിമതിക്കുള്ള സാധ്യതകൾ, ഇതൊക്കെയാണ് പ്രധാന പ്രശ്നങ്ങൾ. ഈ വെല്ലുവിളികൾക്ക് ഒരു പരിഹാരമെന്ന നിലയ്ക്കാണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി വരുന്നത്. അപ്പോ എന്താണ് ഈ ബ്ലോക്ക് ചെയിൻ എന്ന് ചോദിച്ചാൽ ഏറ്റവും ലളിതമായി പറയാം, ഇതൊരു വികേന്ദ്രീകൃത ഡിജിറ്റൽ ലെഡ്ജറാണ്. അതായത് ഒരു പിയർ ടു പിയർ നെറ്റ്വർക്കിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ നെറ്റ്വർക്കിലുള്ള ഓരോ ആൾക്കും, അതായത് ഓരോ പങ്കാളിക്കും ആ ലെഡ്ജറിന്റെ ഒരു കോപ്പി കയ്യിലുണ്ടാകും. ഒരു പുതിയ ട്രാൻസാക്ഷൻ നടന്നാൽ നെറ്റ്വർക്കിലുള്ള എല്ലാവരും അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ മാത്രമേ ആ ശൃംഖലയിൽ അതിനെ സ്ഥിരമായി ചേർക്കുകയുള്ളൂ. ശരി, ഈ ഒരു വിശകലനത്തിൽ നമ്മൾ ആദ്യം ബ്ലോക്ക് ചെയിൻ എന്താണെന്ന് നോക്കും. പിന്നെ അതിന്റെ 4 പ്രധാന സവിശേഷതകൾ, ക്രിപ്റ്റോകറൻസിക്ക് അപ്പുറം അതിനെന്തൊക്കെ ഉപയോഗങ്ങളുണ്ട്, അതിന്റെ ഗുണങ്ങളും വെല്ലുവിളികളും, അവസാനം ഒരു നിഗമനത്തിലേക്കും നമ്മളെത്തും. ഇനി ബ്ലോക്ക് ചെയിനിന് ഇത്രയധികം വിശ്വാസ്യതയും സുരക്ഷയും നൽകാൻ കഴിയുന്നതിന്റെ കാരണമെന്താണ്? അതിന് സഹായിക്കുന്ന 4 പ്രധാന തത്വങ്ങളുണ്ട്. നമുക്ക് അവ ഓരോന്നായി പരിശോധിക്കാം. ഈ 4 ഘടകങ്ങൾ, അതായത് വികേന്ദ്രീകരണം, സുതാര്യത, സുരക്ഷ, പിന്നെ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കാത്ത അതിന്റെ സ്വഭാവം, ഇവയെല്ലാം ഒരുമിച്ച് ചേരുമ്പോഴാണ് ബ്ലോക്ക് ചെയിൻ പരമ്പരാഗത സിസ്റ്റങ്ങളെക്കാൾ വളരെ മികച്ചതാവുന്നത്. നമുക്ക് ഓരോന്നിലേക്കും വിശദമായി നോക്കാം. ആദ്യത്തേത് വികേന്ദ്രീകരണം. സാധാരണഗതിയിൽ ഒരു ബാങ്ക് പോലെയുള്ള ഒരു കേന്ദ്ര സ്ഥാപനമായിരിക്കും എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്. എന്നാൽ ബ്ലോക്ക് ചെയിനിൽ അങ്ങനെയല്ല. ഇവിടെ നിയന്ത്രണം നെറ്റ്വർക്കിലുള്ള എല്ലാ പങ്കാളികൾക്കുമായി വിഭജിച്ചു നൽകിയിരിക്കുകയാണ്. ഇതിന്റെ ഗുണമെന്താണെന്ന് വെച്ചാൽ, ഒരു കേന്ദ്രം തകരാറിലായാലും സിസ്റ്റം മൊത്തത്തിൽ നിന്നു പോകില്ല, അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. രണ്ടാമത്തെ പോയിന്റ് സുതാര്യതയാണ്. ഇതിൽ പങ്കാളികളാകുന്ന എല്ലാവർക്കും ലെഡ്ജറിലെ ഓരോ ഇടപാടും കാണാൻ സാധിക്കും. ഇത് സിസ്റ്റത്തിലൊരു ഉത്തരവാദിത്തം ഉറപ്പാക്കുന്നു. പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട്. ഇടപാടുകൾ എല്ലാവർക്കും കാണാമെങ്കിലും ആരാണ് ആ ഇടപാട് നടത്തിയത് എന്ന ഐഡന്റിറ്റി ക്രിപ്റ്റോഗ്രാഫിക് കീകൾ ഉപയോഗിച്ച് രഹസ്യമായിരിക്കും. അപ്പോ സുതാര്യതയും സ്വകാര്യതയും ഒരുപോലെ കൊണ്ടുപോകാൻ ഇതിന് കഴിയുന്നുണ്ട്. മൂന്നാമത്തേത് സുരക്ഷ. ബ്ലോക്ക് ചെയിൻ വളരെ സുരക്ഷിതമാണ്. കാരണം ഇത് നൂതനമായ ക്രിപ്റ്റോഗ്രാഫിയും അതുപോലെ പ്രൂഫ് ഓഫ് വർക്ക് പോലുള്ള സമവായ സംവിധാനങ്ങളും ഉപയോഗിക്കുന്നു. ഓരോ ഇടപാടും ശരിയാണെന്ന് നെറ്റ്വർക്കിലെ ഭൂരിപക്ഷം പേരും സമ്മതിച്ചാൽ മാത്രമേ അത് രേഖപ്പെടുത്തുകയുള്ളൂ. ഇത് വഞ്ചന പോലുള്ള പ്രവർത്തനങ്ങളെ തടയാൻ സഹായിക്കുന്നു. നാലാമത്തെയും വളരെ പ്രധാനപ്പെട്ടതുമായ ഒന്നാണ് ഇമ്മ്യൂട്ടബിലിറ്റി, അതായത് മാറ്റാൻ കഴിയാത്ത അവസ്ഥ. ഒരു ഇടപാട് ഒരു ബ്ലോക്കിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അതിനെ ആ ശൃംഖലയിൽ ചേർത്താൽ പിന്നെ അത് മാറ്റാനോ ഡിലീറ്റ് ചെയ്യാനോ കഴിയില്ല. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്, പ്രത്യേകിച്ചും നിയമപരമായ കരാറുകൾ, സ്വത്തവകാശം, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് പോലുള്ള മേഖലകളിൽ. അവിടെയൊക്കെ നമുക്ക് സ്ഥിരമായ മാറ്റാൻ പറ്റാത്ത രേഖകൾ ആവശ്യമാണ്. അപ്പോ ഈ പറഞ്ഞ സവിശേഷതകൾ കാരണം ബ്ലോക്ക് ചെയിനിന്റെ ഉപയോഗം ക്രിപ്റ്റോകറൻസികളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. മറ്റൊരുപാട് മേഖലകളിൽ ഇത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ ധനകാര്യമേഖലയിൽ, വിതരണ ശൃംഖലയിൽ, ആരോഗ്യ സംരക്ഷണ രംഗത്ത്, ഭരണതലത്തിൽ, അങ്ങനെ ഒരുപാടിടങ്ങളിൽ ഇതിന് ഉപയോഗങ്ങളുണ്ട്. ഉദാഹരണത്തിന്, സപ്ലൈ ചെയിനിൽ ഒരു പ്രോഡക്റ്റ് എവിടെ തുടങ്ങി എവിടെ അവസാനിക്കുന്നു എന്ന് കൃത്യമായി ട്രാക്ക് ചെയ്യാനും, ഹെൽത്ത് കെയറിൽ രോഗികളുടെ വിവരങ്ങൾ വളരെ സുരക്ഷിതമായി സൂക്ഷിക്കാനും ബ്ലോക്ക് ചെയിൻ സഹായിക്കും. ബ്ലോക്ക് ചെയിന് ഇത്രയധികം ഗുണങ്ങളുണ്ടെങ്കിലും തീർച്ചയായും അതിന് ചില വെല്ലുവിളികളുമുണ്ട്. ഇനി നമുക്ക് അവ എന്തൊക്കെയാണെന്നൊന്ന് പരിശോധിക്കാം. പ്രധാന നേട്ടങ്ങൾ നോക്കിയാൽ ഇടനിലക്കാരെ ഒഴിവാക്കുന്നതുകൊണ്ട് ചിലവും കുറയും, വേഗതയും കൂടും. സുതാര്യതയും സുരക്ഷയും വളരെ കൂടുതലാണ്. എന്നാൽ മറുവശത്ത് ഒരേ സമയം ഒരുപാട് ഇടപാടുകൾ കൈകാര്യം ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ, അതായത് സ്കേലബിലിറ്റി പ്രശ്നങ്ങളുണ്ട്. അതുപോലെ പ്രൂഫ് ഓഫ് വർക്ക് പോലുള്ള സിസ്റ്റംസ് ഒരുപാട് ഊർജ്ജം ഉപയോഗിക്കുന്നു. നിയമപരമായ അനിശ്ചിതത്വങ്ങളും ഒരു വലിയ വെല്ലുവിളിയാണ്. അപ്പോ ഇത്രയും കാര്യങ്ങൾ ചർച്ച ചെയ്ത സ്ഥിതിക്ക്
നമുക്കിതിന്റെ ഒരു ഉപസംഹാരത്തിലേക്ക് കടക്കാം. ബ്ലോക്ക് ചെയിൻ സാങ്കേതികവിദ്യയുടെ യഥാർത്ഥ പ്രാധാന്യം എന്താണെന്നും അതിന്റെ ഭാവി എന്തായിരിക്കുമെന്നും നോക്കാം. ചുരുക്കി പറഞ്ഞാൽ, വിവരങ്ങൾ നമ്മൾ എങ്ങനെയാണ് സംഭരിക്കുന്നത്, പരിശോധിക്കുന്നത്, പങ്കുവയ്ക്കുന്നത് എന്നതിലൊക്കെ ബ്ലോക്ക് ചെയിൻ ഒരു വലിയ മാറ്റം തന്നെയാണ് കൊണ്ടുവരുന്നത്. വിശ്വാസത്തെ വികേന്ദ്രീകരിക്കുന്നതിലൂടെ അത് നമ്മുടെ വ്യവസായങ്ങളെയും സമൂഹത്തെയും തന്നെ മാറ്റിയെഴുതാനുള്ള ഒരു ശക്തിയാണ്. അതുകൊണ്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട പ്രധാന കാര്യം ഇതാണ്: ബ്ലോക്ക് ചെയിൻ ഇപ്പോഴും അതിന്റെ വളർച്ചയുടെ ഘട്ടത്തിലാണ്. എങ്കിലും കുത്തക സംവിധാനങ്ങളെ തകർക്കാനും കാര്യക്ഷമത കൂട്ടാനും സുരക്ഷ ശക്തിപ്പെടുത്താനും കഴിവുള്ള ഒരു അടിസ്ഥാന സാങ്കേതിക വിദ്യയാണിത്. അതുകൊണ്ട് നമ്മൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്: ഈ സാങ്കേതിക വിദ്യ ഇനിയും വികസിക്കുമ്പോൾ അത് നമ്മുടെ ഡിജിറ്റൽ ലോകത്തിന്റെ ഭാവിയെ എങ്ങനെയായിരിക്കും രൂപപ്പെടുത്തുക?